വെൽക്കം ടു ശാസ്ത്ര അക്കാദമി. ഇന്ന് നമ്മൾ കാണുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്നുള്ള സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിനും അതുപോലെ തന്നെ അപ്ലൈഡ് ഇലക്ട്രോണിക്സിനും എല്ലാവർക്കും വരുന്ന കോമൺ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിലെ ഫസ്റ്റ് പാർട്ട് സിഗ്നൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് സിഗ്നൽ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് സിഗ്നലിൻ്റെ എന്താണ് ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷനിലേക്ക് പോകാം. അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ: a signal is defined as any physical quantity that varies with time, space or any other independent variables. അപ്പോൾ സിഗ്നൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് വേരീസ് വിത്ത് ടൈം, സ്പേസ് ഓർ എനി അതർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. അപ്പം സമയത്തിനോ സ്പേസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾസിനോ അനുസരിച്ച് മാറുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതിനെയാണ് നമ്മൾ സിഗ്നൽ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ സ്പീച്ച് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതൊരു സിഗ്നലിന് എക്സാമ്പിളാണ്. കാരണം അത് നിങ്ങളിലേക്ക് എത്തുന്നത് അതൊരു സിഗ്നലായിട്ടാണ് നിങ്ങളിലേക്ക് എത്തുക. സോ അതൊരു സിഗ്നലിൻ്റെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ഇനി സിഗ്നൽ നമുക്ക് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്: വൺ ഡയമെൻഷൻ സിഗ്നലും അതുപോലെ തന്നെ മൾട്ടി ഡയമെൻഷൻ സിഗ്നലും. എന്താണ് വൺ ഡയമെൻഷൻ സിഗ്നൽ നമുക്ക് നോക്കാം. ദ സിഗ്നൽ ദാറ്റ് വേരീസ് വിത്ത് വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഓൺലി. ഒരേ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനനുസരിച്ച് മാത്രം ചേഞ്ച് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ എന്ത് പറയാം? സിഗ്നൽ എന്ന് പറയാം. ഇനി മറ്റൊന്നാണ് മൾട്ടി ഡയമെൻഷൻ. മൾട്ടി ഡയമെൻഷൻ സിഗ്നൽ ദ സിഗ്നൽ ദാറ്റ് വേരീസ് വിത്ത് മോർ ദാൻ വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ മോർ ദാൻ വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അനുസരിച്ച് ചേഞ്ച് വരുന്ന എന്തിനേയും നമ്മൾ എന്ത് പറയും? മൾട്ടി ഡയമെൻഷൻ സിഗ്നൽ എന്ന് പറയും. ഇപ്പോൾ വൺ ഡയമെൻഷനിൽ പറഞ്ഞു, മൾട്ടി ഡയമെൻഷനിൽ പറഞ്ഞു, സിഗ്നൽ പറഞ്ഞു. എല്ലായിടത്തും നമ്മൾ പറയുന്നൊരു കാര്യമാണ് വേരിയബിൾ അല്ലെങ്കിൽ വേരിയബിൾസ്. എന്താണ് വേരിയബിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ട് വിത്ത് ടൈം, സ്പേസ് ഓർ എനി അതർ. അപ്പോൾ ടൈമും സ്പേസും ഒക്കെ എന്താണ്? വേരിയബിൾ ആണ്. അപ്പോൾ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന എന്തുവാണ് നമ്മൾ സിഗ്നൽ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ നോക്കുവാണെങ്കിൽ സമയത്തിനനുസരിച്ച് നമുക്ക് നോക്കാം. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട്, നമ്മുടെ സാധാരണ നെറ്റ്വർക്ക് തിയറിയിലോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ബേസിക് ഇലക്ട്രോണിക്സിലൊക്കെ നമ്മൾ പറയുന്ന കാര്യം വോൾട്ടേജ്, കറണ്ട്, ചെറിയ ക്ലാസ് മുതൽ നമ്മൾ കേൾക്കുന്നത് അല്ലേ. അപ്പോൾ വോൾട്ടേജ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? വി ഓഫ് ടി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. അപ്പോൾ വി ഓഫ് ടിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വി എം സൈൻ ഒമേഗ ടി അല്ലെങ്കിൽ കോസ് ഒമേഗ ടി. അവിടെ നമുക്ക് വരുന്ന നമ്മുടെ ഷേപ്പിനല്ല പ്രധാനം. അതായത് സൈൻ വേവ് ആവാം, കൊസൈൻ വേവ് ആവാം, ഏത് വേവും ആയിക്കോട്ടെ, ഏത് ഷേപ്പിലും ആയിക്കോട്ടെ, നമുക്ക് ഇമ്പോർട്ടൻസ് എന്താണ്? ആ ടിയിലാണ്. വി ഓഫ് ടി വോൾട്ടേജ് ഇൻ ടേംസ് ഓഫ് ടൈമിലാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ ഐ ഓഫ് ടി കറണ്ട് ഇൻ ടേംസ് ഓഫ് ടൈമിലാണ് പറയുക. ഇൻ ദ സെൻസ് ടൈമാണ് അവിടെയൊക്കെ വേരിയബിൾ ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ വി ഓഫ് ടി ഈക്വൽ വി എം കോസ് ഒമേഗ ടി അല്ലെങ്കിൽ ഐ ഓഫ് ടി ഈക്വൽ ഐ എം സൈൻ ഒമേഗ ടി എന്തുമാട്ടെ, നമുക്ക് അതൊക്കെ എന്തായാലും പറയുക? ഒരേ ഒരു വേരിയബിളാണ് പറയുക, അതാണ് ടൈം. സോ ടൈം എന്താണ്? ഒരു വേരിയബിൾ എന്നുപരി അതൊരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. എങ്ങനെയാണ് അത് ഇൻഡിപെൻഡൻ്റ് ആവുക? നമുക്ക് എല്ലാവർക്കും അറിയാം, സമയത്തിന് നമുക്കൊന്നും പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. സമയത്തിനനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങൾ പോവുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും സമയത്തിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ സമയത്തിനെ പിടിച്ചു വെച്ചുകൊണ്ട് പറയാൻ പറ്റില്ല. സോ അതൊരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് തന്നെ ഫോർവേഡായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള സിഗ്നൽ. അപ്പോൾ മൾട്ടി ഡയമെൻഷൻ സിഗ്നൽ നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് ഇമേജ് ആണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇമേജ് പറയുമ്പോൾ നോക്കാം, നമുക്ക് ഇമേജ് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഇമേജിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷനിലേക്ക് പോകാം. അപ്പോൾ ഇമേജിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പിക്സൽസ്. അപ്പോൾ കളക്ഷൻ ഓഫ് പിക്സൽസ് ആണ് ഒരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു പിക്സലുകളുടെ കൂട്ടായ്മ, കുറേ പിക്സൽസ് ഉണ്ടാവും അല്ലേ അതിനകത്ത്. സേ നമുക്ക് പറയുകയാണ്, ദൈ നിൽക്കുന്ന ഒരു എക്സ് ആക്സും വൈ ആക്സിലും ഞാനൊരു ഇമേജിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ടു ദ എക്സിലേക്കും ടു ദ വൈയിലേക്കും കുറേ പിക്സൽസ് ഉണ്ടെന്ന് നിങ്ങൾ അസ്യൂം ചെയ്തേ. അപ്പോൾ നോക്കിയേ, നമുക്ക് ഇവിടെ നിൽക്കുന്ന ഒരു പിക്സൽ, അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ഒരു പിക്സൽ, ഇവിടെ നിൽക്കുന്ന പിക്സലും ഇവിടെ നിൽക്കുന്ന പിക്സലും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഇമേജിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ അകത്ത് ഉണ്ടാവും പല പല കളേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ടാവും? ബ്രൈറ്റ്നസ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഫോണിലൊക്കെ എന്തുണ്ട്, പല ക്യാമറാസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? മാക്രോയും മൈക്രോയും ഒക്കെ കിട്ടും അല്ലേ. അങ്ങനെയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇൻ ദ സെൻസ് നമുക്ക് എന്താ വരുന്നത്? കുറേ ഭാഗം ബ്ലറായി കിട്ടുന്നുണ്ട്, കുറേ ഭാഗം നമുക്ക് ഷൂട്ടിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഫോക്കസിൽ കിട്ടുന്നുണ്ടല്ലേ. അപ്പം അതിനനുസരിച്ച് ഓരോ പിക്സൽസ് ആണ് നമുക്ക് ആ ഇമേജസ് മൊത്തം പൂർത്തീകരിക്കുന്നത്. കുറേ പിക്സൽസ് എടുക്കുമ്പോഴാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന പിക്സലും ഇവിടെ നിൽക്കുന്ന പിക്സലും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാവാം. സേ ഇൻ ദ സെൻസ് അതിൻ്റെ ഇൻറ്റൻസിറ്റി, ലൈറ്റ് ഇൻറ്റൻസിറ്റി ആവാം, അതുപോലെ തന്നെ അതിൻ്റെ ബ്രൈറ്റ്നസ്സിലാവാം, അല്ലെങ്കിൽ അതിൻ്റെ കളർ കോമ്പോയിലാവാം. അങ്ങനെയാണല്ലോ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കിട്ടുന്നത്. സോ എക്സ് ആക്സിൽ ഇവിടെ നിൽക്കുന്ന ആളും ഇവിടെ നിൽക്കുന്ന ആളും നമുക്ക് ഈ പിക്സൽസിനെ എല്ലാം എക്സിൻ്റെയും വൈയുടെയും കോർഡിനേറ്റ്സ് ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ, ഓരോ പിക്സലും ഓരോ കോർഡിനേറ്റ്സിൽ പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതൊക്കെ ഓരോ വേരിയബിൾസ് ആണെന്ന് പറയാൻ പറ്റും. സേ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒരു വേരിയബിളാണ്, അതുപോലെ തന്നെ എൻ്റെ ബ്രൈറ്റ്നസ് മറ്റൊരു വേരിയബിളാണ്, അതുപോലെ തന്നെ എൻ്റെ കളർ ടെക്സ്ചർ, കോമ്പോസിഷൻ ഒക്കെ വേറെ വേറെ വേരിയബിൾസ് ആയിട്ട് മാറും. സോ അങ്ങനെ വരുന്ന ആളാണെന്ത്? നമ്മുടെ മൾട്ടി ഡയമെൻഷണൽ വേരിയബിൾസിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ എന്താണ് നമ്മൾ എന്ത് കണ്ടു? നമ്മുടെ സിഗ്നൽ എന്താണെന്ന് കണ്ടു, അതുപോലെ തന്നെ അതിൻ്റെ വൺ ഡയമെൻഷനിൽ കണ്ടു, അതുപോലെ തന്നെ അതിൻ്റെ മൾട്ടി ഡയമെൻഷനിൽ കണ്ടു. ഇനി
നമ്മുടെ സിലബസിൽ എപ്പോഴും 1 ഡയമെൻഷൻ സിഗ്നൽ മാത്രമേ പ്രതിപാദിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോകും തോറും നമ്മൾ 1 ഡയമെൻഷൻ സിഗ്നൽ മാത്രമേ കാണുള്ളൂ. എന്താണ് ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് മൾട്ടി ഡയമെൻഷൻ സിഗ്നലിന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ആവശ്യമില്ലാത്ത ആൾ നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്യാണ്. നമുക്ക് ആകെ ആര് മാത്രം മതി? 1 ഡയമെൻഷൻ സിഗ്നൽ മാത്രം മതി. ഓക്കെ, സോ നമ്മുടെ 1 ഡയമെൻഷൻ സിഗ്നൽ നമ്മൾ ഇനി മുമ്പോട്ട് പോകുന്നതോറും 1 ഡയമെൻഷൻ സിഗ്നലിന് കൂടുതലായിട്ട് കാണും. ലൈക്ക് ആ സിഗ്നലിൻ്റെ വേരിയേഷൻസ് എന്തൊക്കെയാണ്? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് പറയേണ്ടി വരും. അതായത് അതിൻ്റെ ഇവൻ ആൻഡ് ഓഡ് സിഗ്നൽ പറയേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയേണ്ടി വരും? അത് പീരിയോഡിക് ആണോ സിഗ്നൽ പറയേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യമാണ് അതിൻ്റെ ഇവൻ ആൻഡ് ഓഡ് പറയുന്നുണ്ട്, പീരിയോഡിക് ആണോ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനർജി ആൻഡ് പവർ സിഗ്നൽ, ഇതൊക്കെ ഓരോ സിഗ്നലിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. ഇനി നമ്മൾ പോകുന്നതോറും അതൊക്കെയാണ് കാണാൻ പോകുന്നത്. അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആ സിഗ്നലിനെ ഡിഫൈൻ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് വേരിയബിൾ ടൈമിലാണ്. ടൈമിൽ നമ്മുടെ വേരിയേഷൻ ആദ്യമായിട്ട് നമുക്ക് വരുന്നത് കണ്ടിന്യൂസ് ടൈമും അതുപോലെ തന്നെ മറ്റൊന്നാണ് ഡിസ്ക്രീറ്റ് ടൈമും. ഓക്കെ, സോ നമ്മുടെ 1 ഡയമെൻഷൻ സിഗ്നൽ അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള ടൈമിനനുസരിച്ചുള്ള നമ്മുടെ എന്ത് പറയാം വേരിയേഷൻസ് പറയാം. അതിൽ ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണ്. സെക്കൻഡ് വൺ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. എന്താണ് ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്നും എന്താണ് ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ നമുക്ക് നോക്കാം. ആദ്യം തന്നെ അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവുകയാണെങ്കിൽ എ സിഗ്നൽ ദാറ്റ് ഹാസ് വാല്യൂസ് ഫോർ എവറി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം, എവറി ഇൻസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് ഓഫ് ടൈം. അപ്പം സമയത്തിൻ്റെ എല്ലാ ഇൻസ്റ്റൻസിനും വാല്യൂ ഉള്ള സിഗ്നലിനെയാണ് നമ്മൾ എന്ത് പറയുക? കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറയാം. ഇനി മറ്റൊരാളാണ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഹാസ് വാല്യൂ, ദ സിഗ്നൽ ദാറ്റ് ഹാസ് വാല്യൂ only at distant instance of time അല്ലെങ്കിൽ ഡിസ്റ്റന്റ് ഇൻസ്റ്റൻസസ് ഓഫ് ടൈം. സമയത്തിൻ്റെ ചില ഇൻസ്റ്റൻറ്റുകളിൽ മാത്രം വാല്യൂ വരുന്ന സിഗ്നലിനാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് പറയാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ കണ്ടിന്യൂസ് ടൈമും ഡിസ്ക്രീറ്റ് ടൈമും. നമ്മൾ അതിനെ ഗ്രാഫിക്കിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഫെർദർ ആയിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് അതിനൊന്ന് ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് എൻ്റെ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ ഗ്രാഫ് എന്ന് കരുതാം. അതിൽ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് എക്സ് ആക്സിസും ഉണ്ടാവും, വൈ ആക്സിസും ഉണ്ടാവും. ആ എക്സ് ആക്സിസിൽ ഞാൻ എന്ത് ചെയ്തു? കണ്ടിന്യൂസ് ടൈമിനെ മാർക്ക് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടൈമല്ല നമ്മുടെ സിഗ്നൽ നിൽക്കുന്നത്. സോ ടൈം മാർക്ക് ചെയ്യുന്നത് എക്സ് ആക്സിസിലായിരിക്കും. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ടി എന്നായിരിക്കും. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത് സ്മോൾ ലെറ്റർ ടി എന്നായിരിക്കും. ഇനി അതിനനുസരിച്ച് വരുന്ന സിഗ്നലാണ് അല്ലേ. സോ അതൊരു ഫംഗ്ഷൻ ആയിട്ട് പറയണം. ഫംഗ്ഷൻ ഓഫ് ടൈമിലാണ് സിഗ്നൽ പറയുക. സോ അതിന് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? എക്സ് ഓഫ് ടി എന്ന് വേണം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ. സോ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ സമയത്തിൻ്റെ എല്ലാ ഇൻസ്റ്റൻസിനും അനുസരിച്ച് സിഗ്നൽ ഉള്ള ആളാണ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു. ടൈമിന് ടീനെയാണ് നമ്മൾ ടി എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് വരുന്ന സിഗ്നൽ നമ്മൾ എക്സ് ഓഫ് ടി എന്നായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കുള്ള ആളാണ് ഡിസ്ക്രീറ്റ് ടൈം അല്ലേ. അപ്പോൾ ഡിസ്ക്രീറ്റ് ടൈമിൽ നമ്മൾ സമയത്തിനനുസരിച്ച് തന്നെയാണ് പറയേണ്ടത്, പക്ഷേ അത് ഡിസ്ക്രീറ്റ് ആയിരിക്കണം അല്ലേ. സോ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത് എൻ എന്നായിരിക്കും. കാരണം നമ്മുടെ ഡിസ്റ്റൻറ്റ് ഇൻസ്റ്റൻസ് ആണ് പറയുന്നത്, ഓരോ ഇൻസ്റ്റൻറ്റ്. അപ്പോൾ ടൈമിൻ്റെ ഓരോ ഇൻസ്റ്റൻറ്റുകൾ മാത്രം അവിടെ എടുത്താൽ മതി, അല്ലാതെ സമയം മൊത്തം അല്ലെങ്കിൽ ടൈം മൊത്തം എടുക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എൻ എന്നുള്ള ആളെ നമ്മൾ ടൈമിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എൻ എന്നാണ്. ടൈം അല്ല, ഇവിടെ നമ്മൾ പറയുന്നത് ടൈം ഇൻഡെക്സുകളാണ്. അപ്പോൾ ഓരോ ടൈം ഇൻഡെക്സുകൾ എന്ന് വേണം ഇനി പറയാൻ. അപ്പോൾ ഈ എൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടൈമിനെ അല്ല, ടൈം ഇൻഡെക്സുകളെയാണ്. ഇനി ഈ ടൈം എന്നിനനുസരിച്ച് വരുന്ന സിഗ്നലാണ് ഈ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എന്നിനനുസരിച്ച് വരുന്ന സിഗ്നലിനെ ഫംഗ്ഷൻ ഓഫ് എന്നിൽ നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയേണ്ടി വരും? എക്സ് ഓഫ് എൻ എന്ന് പറയേണ്ടി വരും. എക്സ് ഓഫ് എൻ. ഇനി ഈ എക്സ് ഓഫ് എന്നിനെ തന്നെ നമുക്ക് എക്സ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിൽ എൻ എന്നും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ പറഞ്ഞതാണ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ദ സിഗ്നൽ ദാറ്റ് ഹാസ് വാല്യൂ ഫോർ എവറി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം, അതാണ് എൻ്റെ കണ്ടിന്യൂസ് എന്നും. ഡിസ്ക്രീറ്റ് നമ്മൾ പറഞ്ഞത് ഡിസ്റ്റിങ്ക്റ്റ് ഇൻസ്റ്റൻസ് ഓഫ് ടൈമിൽ മാത്രം വാല്യൂ വരുന്നതാണ് എൻ്റെ ഡിസ്ക്രീറ്റ് എന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സമയത്തിനനുസരിച്ച് സമയത്തിൻ്റെ ഏത് വാല്യൂ എടുത്താലും, ഇത് 0 മുതൽ ഇങ്ങോട്ട് ഏത് വാല്യൂ എടുത്താലും അവിടെയൊക്കെ നമ്മുടെ സിഗ്നൽ ഡിഫൈൻഡ് ആണ്. അത് പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിലോ, ഇവിടെ നമുക്ക് -1 ശേഷം പിന്നെ ഉള്ള വാല്യൂ 0 പിന്നുള്ള വാല്യൂ 1 2 ഒക്കെ പോകുന്നത് അല്ലേ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഡെസിമൽ പാർട്ട് നമുക്ക് മിസ്സിംഗ് ആണ്. ലൈക്ക് -1 0 ഇടയിൽ കുറേ വാല്യൂസ് ഉണ്ട്, -0.00 എന്നൊക്കെ ഉള്ള വാല്യൂസ് ഉണ്ട്, ഒക്കെ മിസ്സിംഗ് ആണ്. നമുക്ക് ആരെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ? -1 ശേഷം 0 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞിരുന്നു ഈ നിൽക്കുന്ന n എന്ന് പറയുന്നത് നമ്മുടെ ടൈം ഇൻഡെക്സ് എന്ന് പറഞ്ഞു അല്ലേ. സോ ടൈം ഇൻഡെക്സ് എപ്പോഴും എന്തായിരിക്കണം? ഇൻഡിജേഴ്സിൽ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതേസമയം അതിൽ വരുന്ന വാല്യൂസ് എന്ത് ചെയ്യാം? അത് ഡെസിമൽ ആവാം, അതൊന്നും പ്രോബ്ലം ഉള്ള കാര്യമല്ല. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 4 നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ 1.5 ആണ്. ഈ സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റി കിട്ടിയേക്കുന്ന 1.5 ആണ്. സോ അതൊരു പ്രോബ്ലം അല്ല. പക്ഷേ ഇവിടെ വരുന്ന വാല്യൂസ് ടൈം ഇൻഡെക്സുകളെല്ലാം ഇൻഡിജേഴ്സിൽ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞിരുന്ന ഇതാണ് ഡിസ്റ്റിങ്ക്റ്റ് ഇൻസ്റ്റൻസ്. നോക്കുകയാണെങ്കിൽ നമുക്ക് -1 0 എന്നൊക്കെ വാല്യൂ കിടപ്പുണ്ട്, പക്ഷേ അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകളിലൊന്നും സിഗ്നൽ ഡിഫൈൻഡ് അല്ല. പറയുകയാണെങ്കിൽ 0.5 ഡിഫൈൻഡ് അല്ല, 0.25 ഡിഫൈൻഡ് അല്ല. അങ്ങനെ നമുക്ക് ഏത് വാല്യൂസ് 7 നും 8 നും ഇടയ്ക്കാണെങ്കിൽ 7.5,
വാല്യൂ ഡിഫൈൻഡ് അല്ല. സോ ഓരോ ഇൻസ്റ്റൻസിലും മാത്രം ഉള്ള സിഗ്നലിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടിന്യൂസ് ടൈമും മറ്റൊന്നാണ് നമ്മുടെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ നമ്മുടെ സിഗ്നലിനെ ഡിഫൈൻ ചെയ്യാൻ, കണ്ടിന്യൂസ് ടൈമിനെ ഡിഫൈൻ ചെയ്യാൻ മറ്റൊരു മാർഗ്ഗമൊന്നുമില്ല. അപ് ടു എല്ലാ ടൈം ഇൻസ്റ്റൻസിലും ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഡിസ്ക്രീറ്റിൽ വരുമ്പോഴത്തേക്കും ഇവിടെ ഓരോ ഇൻസ്റ്റൻറ്റിലും മാത്രം വാല്യൂ വരുന്നതുകൊണ്ട് ഈ സിഗ്നൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സീക്വൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സീക്വൻഷ്യൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ വരുന്ന ഒരാളാണ് ആര്, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. നമുക്ക് സീക്വൻഷ്യൽ ആയിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം. നോക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ള വാല്യൂസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ആദ്യത്തെ വാല്യൂ -1 അയാളുടെ വാല്യൂ എത്രയാണ് വന്നേക്കുന്നത്, 1 ആണ് വന്നേക്കുന്നത് അല്ലേ. പിന്നെ അയാളുടെ വാല്യൂ 0 2 ആയി, പിന്നെ 1 വീണ്ടും 1, പിന്നെ അത് 3 ആയി മാറി, 2 3 ആയി, പിന്നെ 3 അതിൻ്റെ വാല്യൂ 2 ആയിട്ടുണ്ട്, 4 അതിൻ്റെ വാല്യൂ 1.5 ആയിട്ടുണ്ട്, 5 അയാളുടെ വാല്യൂ -1 ആയിട്ടുണ്ട്, അതുപോലെ തന്നെ 6 അയാളുടെ വാല്യൂ 0.5 ആയിട്ടുണ്ട്, 7 അയാൾക്ക് വീണ്ടും 1 എന്നൊരു വാല്യൂ കിട്ടി, 8 അയാളുടെ വാല്യൂ 2 ആണ്. ഓക്കെ, സോ ഈ വാല്യൂസിനെ മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, ഒരു സീക്വൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ എവിടെ പറ്റും, ഡിസ്ക്രീറ്റിൽ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ നമുക്ക് എന്ത് പറയാം, സീക്വൻസ് എന്നോ അല്ലെങ്കിൽ സിഗ്നൽസ് എന്നോ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് സിഗ്നലായിട്ടും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സീക്വൻസ് ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പം ഇങ്ങനെയാണ് നമുക്ക് സീക്വൻസ് ആയിട്ട് നമ്മുടെ എക്സ് ഓഫ് എന്നിനെ റെപ്രസെൻറ്റ് ചെയ്യുക. പക്ഷേ ഇവിടുത്തെ കുഴപ്പം, നമുക്ക് ഇങ്ങനെ ഒരു സീക്വൻസ് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാഫിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാമെങ്കിൽ വരും അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ചെയ്യുന്ന ഒരു വഴി ഇതാണ്, അതിൻ്റെ 0th വാല്യൂ എപ്പോഴും ഡിഫൈൻഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്കൊരു സീക്വൻസ് തന്നിട്ട് ഇതൊരു സിഗ്നലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 0th വാല്യൂ അവിടെ ഡിഫൈൻഡ് ആയിരിക്കും. സേ ആ 0th വാല്യൂ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, 0ൽ അയാളുടെ വാല്യൂ എത്രയാണ്, 2 ആണല്ലേ. സോ ആ 2ൻ്റെ അടിയിൽ ഞാൻ എന്ത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ടാവും. ഈ ആരോ മാർക്ക് ഡിഫൈൻ ചെയ്യുന്നത് അത് 0th വാല്യൂ ആണ്. ഇൻ ദ സെൻസ് ഇത് അന്നേരം എന്തായി, അത് കഴിഞ്ഞുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻഡിജേഴ്സ് മാത്രമേ റീഡ് ചെയ്യുന്നുള്ളൂ. സോ എന്താവും മാറും, 0 കഴിഞ്ഞത് 1 2 3 4, അപ്പം 1ലെ വാല്യൂ 2ലെ വാല്യൂ 3ലെ വാല്യൂ അങ്ങനെ മാറും. ബാക്കിലോട്ട് നിൽക്കുന്ന എന്താവും, -1 -2 അങ്ങനെ അത് മാറിക്കൊണ്ടിരിക്കും. സോ ഇനി നമ്മുടെ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്, അതൊരു സിഗ്നൽ ആണെന്ന് പറയുന്നു. ആ സീക്വൻസിൽ ആരോ റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് വാല്യൂ ഏതാണോ അതായിരിക്കും എൻ്റെ 0th വാല്യൂ. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഗ്രാഫ് നിൽക്കുക. ഓക്കെ, സോ ഇതാണ് എൻ്റെ കണ്ടിന്യൂസ് ടൈം സിഗ്നലും ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലും. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ നൊട്ടേഷൻസ് ശ്രദ്ധിക്കണം, എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നും, അതുപോലെ തന്നെ സീക്വൻസ് ആയിട്ട് എങ്ങനെ ഒരു സീക്വൻസ് എന്നാൽ എങ്ങനെ സിഗ്നൽ ആക്കാനും അല്ലെങ്കിൽ ഒരു സിഗ്നൽ എന്നാൽ എങ്ങനെ സീക്വൻസ് ആക്കാമെന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കണ്ടിന്യൂസിലും ഡിസ്ക്രീറ്റിലും പറയാനുള്ളത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സിഗ്നൽസ് ആണ്, എലമെൻ്ററി സിഗ്നൽസ്. അടുത്ത ടോപ്പിക്ക് നമ്മുടെ എലമെൻ്ററി സിഗ്നൽസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ കുറേ സിഗ്നൽസിന് പരിചയപ്പെടും. ഈ സിഗ്നൽസ് എലമെൻ്ററി സിഗ്നൽസ് ആണ്, വിച്ച് മീൻസ് അവർക്ക് അവരുടേതായ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അപ്പോൾ ഈ സിഗ്നൽസ് വെച്ചിട്ടാണ്, ഇതാണ് നമ്മുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് സിഗ്നൽസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈ സിഗ്നൽ ഉപയോഗിച്ചാണ് നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള പല സിഗ്നലുകളും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എലമെൻ്ററി സിഗ്നൽസ്. നമുക്ക് ഏതൊക്കെയാണ് അതിൻ്റെ എലമെൻ്ററി സിഗ്നൽസ് നോക്കാം. ഒന്നാമതായിട്ട് എഴുതിയിരിക്കുന്നത് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നലാണ്, പിന്നെ വരുന്നത് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ, ദെൻ യൂണിറ്റ് റാമ്പ്, പിന്നെ സിനുസോഡൽ സിഗ്നൽ, ഫൈനലി എക്സ്പോണൻഷ്യൽ സിഗ്നൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള സിഗ്നൽ ഉണ്ടെന്നും ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള സിഗ്നൽ ഉണ്ടെന്നും. നമ്മൾ ഓരോ സിഗ്നൽ എടുക്കുമ്പോഴും അതിൻ്റെ കണ്ടിന്യൂസ് വേർഷനും ദെൻ ഡിസ്ക്രീറ്റും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുശേഷമായിരിക്കും അടുത്ത സിഗ്നലിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഫസ്റ്റ് സിഗ്നൽ ആയിട്ടുള്ള യൂണിറ്റ് ഇമ്പൾസ് സിഗ്നലിനെ പരിചയപ്പെടാം. ഓക്കെ, സോ എന്താണ് യൂണിറ്റ് സിഗ്നൽ നമുക്ക് നോക്കാം. യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. ഇപ്പോൾ യൂണിറ്റ് ഇമ്പൾസ് സിഗ്നലിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഡെൽ ഓഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വെച്ചിട്ടായിരിക്കും. ഡെൽ ഓഫ് ടി, അതിൻ്റെ കണ്ടിന്യൂസ് വേർഷൻ ആണെങ്കിൽ ഡെൽ ഓഫ് ടി വിൽ ബി ഈക്വൽ ടു 1 ഫോർ ടി ഈക്വൽ ടു 0, വിൽ ബി ഈക്വൽ ടു 0 ഫോർ ടി നോട്ട് ഈക്വൽ ടു 0. സോ ഇങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുക. അതായത് ഡെൽ ഓഫ് ടിയുടെ വാല്യൂ 1 ആണ് ഫോർ ടി ഈക്വൽ ടു 0 ആൻഡ് ഡെൽ ഓഫ് ടി വിൽ ബി ഈക്വൽ ടു 0 ഫോർ ടി നോട്ട് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞത് ടൈം എന്നൊരു വേരിയബിളാണ് എല്ലാം പറയുന്നത് പറഞ്ഞിരുന്നത് അല്ലേ. അപ്പം ഇവിടെ ടൈമിനെ അനുസരിച്ചാണ് പറയുന്നത്. ടൈമിൻ്റെ വാല്യൂ 0 വരുമ്പോൾ ഡെൽ ഓഫ് ടിയുടെ വാല്യൂ 1 ആവും. ടൈമിൻ്റെ വാല്യൂ 0 അല്ലെങ്കിൽ ഡെൽ ഓഫ് ടിയുടെ വാല്യൂ 0. അത്രയും സിമ്പിളാണ് ആ സിഗ്നൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ് നമ്മുടെ യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. അപ്പോൾ സിഗ്നൽ സിസ്റ്റത്തിലെ പല അനാലിസിസിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു സിഗ്നലും യൂണിറ്റ് ഇമ്പൾസ് സിഗ്നലാണ്. അപ്പോൾ ഇനി മുതൽ യൂണിറ്റ് ഇമ്പൾസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരിക ഡെൽ ഓഫ് ടി എന്നായിരിക്കും, അല്ലെങ്കിൽ ഡെൽ ഓഫിൻ്റെ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഡെൽ ഓഫ് എൻ എന്നായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഡെൽ ഓഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആയിരിക്കും നമുക്ക് ഓർമ്മ വരേണ്ടത്, അതിൻ്റെ ക്യാരായി നമുക്ക് ഓർമ്മയിലുണ്ടാവണം. ഓക്കെ, ഇനി ഈ സിഗ്നലിനെ നമ്മളൊന്ന് നൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് ഗ്രാഫിക്കലായിട്ട് ഒന്ന് ഫെർദർ ആയിട്ട് മനസ്സിലാൻ വേണ്ടി ഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടാൻ പോവുക.
എൻ്റെ എക്സ് ആക്സ് ഞാൻ മാർക്ക് ചെയ്തു ടി, വൈ ആക്സിലേക്ക് ഞാൻ എക്സ് ഓഫ് ടി ആയിരിക്കും മാർക്ക് ചെയ്യാം. സിഗ്നൽ പറഞ്ഞേക്കുന്ന പ്രകാരമാണെങ്കിൽ അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 മാത്രമേ ഇയാൾക്ക് വാല്യൂ ഉണ്ടാവുള്ളൂ. 0 മാത്രം വാല്യൂ ഉണ്ട്, അയാളുടെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലേ? അതായത് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 അയാളുടെ വാല്യൂ 1 ആണ്. ബാക്കി ടി ഗ്രേറ്റർ ദാനോ അല്ലെങ്കിൽ ടി നോട്ട് ഈക്വൽ ടു 0 വരുമ്പോഴത്തേക്ക് അയാളുടെ വാല്യൂ എന്താവും? അയാളുടെ വാല്യൂ 0 ആയി മാറും. അപ്പോൾ ഇങ്ങനെയുള്ള സിഗ്നലിനെയാണ് നമ്മൾ എന്ത് പറയുക? യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ എന്ന് പറയുക. ഇനി അതിനെ തന്നെ നമ്മൾ ഡിസ്ക്രീറ്റിലാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ഡെൽ ഓഫ് എൻ എന്നായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യാം. ഡെൽ ഓഫ് എൻ വിൽ ബി ഈക്വൽ ടു 1 ഫോർ n ഈക്വൽ ടു 0 വിൽ ബി ഈക്വൽ ടു 0 ഫോർ n നോട്ട് ഈക്വൽ ടു 0. ഇതായിരിക്കും എൻ്റെ റെപ്രസെൻറ്റേഷൻ വരിക. നമ്മുടെ ഗ്രാഫ് വരച്ചാൽ സെയിം ഗ്രാഫ് തന്നെയായിരിക്കും നമുക്ക് കിട്ടാൻ പോവുക. റെപ്രസെൻറ്റേഷൻ ഇവിടെ എന്നും ഇവിടെ നമുക്ക് വരാൻ പോകുന്നത് എന്തായിരിക്കും? ഡെൽ ഓഫ് എൻ എന്നായിരിക്കും അല്ലേ? അപ്പോൾ ഡെൽ ഓഫ് എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്? അറ്റ് 0 മാത്രമേ അയാൾക്ക് വാല്യൂ ഉണ്ടാവും, ബാക്കി ഒരിടത്തും അയാൾക്ക് എന്തുണ്ടാവില്ല? അയാൾക്ക് വാല്യൂ ഉണ്ടാവില്ല. ഇനി ഈ യൂണിറ്റ് ഇമ്പൾസ് സിഗ്നലിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനെ മറ്റൊരു നെയിമിലും യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ അറിയപ്പെടാറുണ്ട്, ഡയറാക് ഡെൽറ്റ ഫംഗ്ഷൻ. ഓക്കെ, സോ ഇതാണ് എൻ്റെ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. അടുത്ത സിഗ്നലാണ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ നോക്കാം. യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ടു ദ പോസിറ്റീവ് സൈഡിലേക്ക് വാല്യൂ ഉള്ളതും നെഗറ്റീവ് സൈഡിൽ വാല്യൂ ഇല്ലാത്തതുമായിട്ടുള്ള സിഗ്നലിനെയാണ് നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറയാം. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് യു ഓഫ് ടി എന്നാണ്. യു ഓഫ് ടി. അപ്പോൾ യു ഓഫ് ടിയുടെ വാല്യൂ പോസിറ്റീവ് സൈഡിൽ മാത്രമേ വാല്യൂ ഉണ്ടാവുള്ളൂ, നെഗറ്റീവ് സൈഡിലേക്ക് എന്തുണ്ടാവില്ല? വാല്യൂ ഉണ്ടാവില്ല. സോ യു ഓഫ് ടിയുടെ വാല്യൂ എത്രയായിരിക്കും വരാൻ പോകുന്നത്? യൂണിറ്റ് സിഗ്നൽ ആണ്, യൂണിറ്റ് ആണ്. സോ യൂണിറ്റ് എപ്പോഴും യൂണിറ്റിലായിരിക്കും, 1 ആയിരിക്കും അല്ലേ? സോ യു ഓഫ് ടിയുടെ വാല്യൂ 1 ആണ് ഫോർ ടി ഗ്രേറ്റർ ദാൻ 0. യു ഓഫ് ടിയുടെ വാല്യൂ 1 ആണ് ഫോർ ടി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് യു ഓഫ് ടിയുടെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. ഇതാണ് എൻ്റെ ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അതായത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? യു ഓഫ് ടി എന്നായിരിക്കും എൻ്റെ നൊട്ടേഷൻ വരുന്നത്. യു ഓഫ് ടി എന്നാണ് നമ്മൾ അതിനെ നൊട്ടേറ്റ് ചെയ്യുന്നത്. യു ഓഫ് ടി വിൽ ബി ഈക്വൽ ടു 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ 0 വിൽ ബി ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. വലതുവശത്തേക്ക്, അതായത് പോസിറ്റീവ് സൈഡിലേക്ക് വാല്യൂ ഉള്ളതും നെഗറ്റീവ് സൈഡിലേക്ക് വാല്യൂ ഇല്ലാത്തതുമായ സിഗ്നലാണ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. നമ്മളിതിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്നത് ഇങ്ങനെയായിരിക്കും. ഞാൻ എൻ്റെ എക്സ് ആക്സിസും അതുപോലെ തന്നെ വൈ ആക്സിസും മാർക്ക് ചെയ്തു. എക്സ് ആക്സിലേക്ക് ടൈമും വൈ ആക്സിസിലേക്ക് ഞാൻ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ എക്സ് ഓഫ് ടി അല്ലെങ്കിൽ യു ഓഫ് ടി ആയിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുക അല്ലേ? സോ ഞാൻ എന്ത് ചെയ്തു? യു ഓഫ് ടി മാർക്ക് ചെയ്യുകയാണ്, എൻ്റെ സിഗ്നൽ മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ സിഗ്നൽ സ്റ്റെപ്പാണ്, അതുകൊണ്ട് യു ഓഫ് ടി എന്ന് മാർക്ക് ചെയ്തു. ഇനി അതിൻ്റെ വാല്യൂ എന്താ വന്നേക്കുന്നത്? വിൽ ബി ഈക്വൽ ടു 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ 0. സോ ഇതാണ് എൻ്റെ 0 എന്ന് പറഞ്ഞ പോയിന്റ്. അവിടെ നിന്ന് അങ്ങോട്ട് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ടി ഗ്രേറ്റർ ദാൻ 0. ദാ ഈ സൈഡിൽ അയാളുടെ വാല്യൂ എത്രയായിരിക്കും? അയാളുടെ വാല്യൂ 1 ആയിരിക്കും അല്ലേ? സോ ഞാൻ എന്ത് ചെയ്തു? 1 എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റും അല്ലേ? ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടി ഗ്രേറ്റർ ദാൻ 0 ഇയാളുടെ വാല്യൂ എന്തായി? 1. അതങ്ങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇനി മറ്റൊരു കേസ് ഉണ്ട്, ടി ലെസ് ദാൻ 0. ടി ലെസ് ദാൻ 0 അയാളുടെ വാല്യൂ എത്രയാണ്? അയാളുടെ വാല്യൂ 0 ആണല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ടി ലെസ് ദാൻ 0 എന്നൊരു വാല്യൂ പോയിന്റ് മാർക്ക് ചെയ്തു. അത് 0യ്ക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നിൽക്കുന്ന അവിടെ അയാളുടെ വാല്യൂ എത്ര വരാൻ പോകുന്നത്? അയാളുടെ വാല്യൂ 0 ആണ് വരാൻ പോകുന്നത് അല്ലേ? അയാളുടെ വാല്യൂ 0 ആണ്. സോ ടി ഗ്രേറ്റർ ദാൻ 0 അയാളുടെ വാല്യൂ 1 വന്നു, ടി ലെസ് ദാൻ 0 അയാളുടെ വാല്യൂ എത്ര വന്നു? 0 വന്നു. ഓക്കെ, ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു പോയിന്റ് വരും. ബാലൻസ് ആയിട്ട് വരുന്നതാണ് ഇവർക്ക് രണ്ടുപേർക്കും. അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു പോയിന്റ് വരും. അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 നമുക്ക് എന്ത് ചെയ്യാം? ഇത് കണ്ടിന്യൂസ് ആയിട്ടൊരു സിഗ്നൽ നമ്മൾ പറയുന്നില്ല, യു ഓഫ് ടി ആണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ രണ്ടുപേരെയും കൂടെ ജോയിൻ ചെയ്യാം. ഇങ്ങനെയാണ് നമുക്കൊരു സ്റ്റെപ്പ് സിഗ്നൽ കിട്ടുന്നത്. ഒരു സ്റ്റെപ്പായിട്ടുള്ള സിഗ്നലാണ് വന്നേക്കുന്നത്. പക്ഷേ ഇവിടെ എന്തുണ്ട്? അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 നമുക്ക് വാല്യൂ വേണം. പക്ഷേ യൂണിറ്റ് സ്റ്റെപ്പിൽ എന്തുമില്ല? അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 അതൊരു ഡിസ്കണ്ടിന്യൂറ്റിയാണ് കാണിക്കുക. അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് എന്ന് നമ്മൾ പറയും. അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 മാത്രമേ ഇയാൾക്ക് എന്തുണ്ടാവില്ല?
വാല്യൂ ഉണ്ടാവില്ല. സോ ടി ഗ്രേറ്റർ ദാൻ 0 ഉണ്ടാവും, ടി ലെസ് ദാൻ 0 ഉണ്ടാവും. അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 വാല്യൂ നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള സിഗ്നലാണ് ആര്? യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. ഓക്കെ, ഇനി അതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം? യൂണിറ്റ് സ്റ്റെപ്പിൻ്റെ കണ്ടിന്യൂസ് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിസ്ക്രീറ്റ് പറയാം. ഡിസ്ക്രീറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? യു ഓഫ് എൻ എന്നായിരിക്കും അല്ലേ? സോ യു ഓഫ് എൻ വിൽ ബി ഈക്വൽ ടു 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ 0 വിൽ ബി ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. ഓക്കെ, സോ യു ഓഫ് എന്നിൻ്റെ വാല്യൂ 1 ആയിരിക്കും ഫോർ ടി ഗ്രേറ്റർ ദാൻ 0 വിൽ ബി ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. ടി അല്ല എൻ ആണ് കേട്ടോ. എൻ ഗ്രേറ്റർ ദാൻ 0യും എൻ ലെസ് ദാൻ 0യും വരാം. നമ്മൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരാം? സെയിം തന്നെ. നമുക്ക് നമ്മുടെ എക്സ് ആക്സിസ് ഉണ്ട്, അതുപോലെ തന്നെ വൈ ആക്സിസ് ഉണ്ട്. ഈ എക്സ് ആക്സിലേക്ക് ഞാൻ എൻ മാർക്ക് ചെയ്തു, 0 മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ ഞാൻ എൻ്റെ യു ഓഫ് എൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞേക്കുന്ന പ്രകാരമാണെങ്കിൽ എൻ ഗ്രേറ്റർ ദാൻ 0 അതുപോലെ തന്നെ എൻ ലെസ് ദാൻ 0. ഓക്കെ, സോ എൻ ഗ്രേറ്റർ ദാൻ 0 ഉണ്ട്, എൻ ലെസ് ദാൻ 0 ഉണ്ട്. എൻ ഗ്രേറ്റർ ദാൻ 0 അയാളുടെ വാല്യൂ 1 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സോ ഓരോ ഇൻസ്റ്റൻറ്റിലും അയാളുടെ വാല്യൂ എത്രയായിരിക്കും മാർക്ക് ചെയ്യുക? 1 ആയിരിക്കും മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാർക്ക് ചെയ്തു. ഇവിടെ ഓരോ ഇൻസ്റ്റൻറ്റിലും മാത്രമേ നമുക്ക് വാല്യൂ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ വാല്യൂസ് ആയിട്ട് നമുക്കിതിനെ മാർക്ക് ചെയ്യാം. സോ എൻ ഗ്രേറ്റർ ദാൻ 0 അയാൾക്കൊരു വാല്യൂ ഉണ്ട്. ഇനി എൻ ലെസ് ദാൻ 0 എടുക്കുകയാണെങ്കിൽ അയാൾക്ക് എന്താ വാല്യൂ വരാൻ പോകുന്നത്? അയാളുടെ വാല്യൂ എല്ലാ ഇൻസ്റ്റൻസിലും എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇതാണ് എൻ്റെ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. സോ നമുക്ക് എന്താ കിട്ടിയാൽ യു ഓഫ് എന്നിൻ്റെ വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്തു, അതിനനുസരിച്ച് ഗ്രാഫ് വരച്ചു അല്ലേ? ഇപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരും എൻ ഈക്വൽ ടു 0. ഇത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. സോ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമ്മൾ അതിനെ എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്യേണ്ടി വരും. അതായത് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അതിൻ്റെ വാല്യൂ 1ഉം എൻ ലെസ് ദാൻ 0 അയാളുടെ വാല്യൂ 0യും ആയിരിക്കും. സോ എന്തായിരിക്കും വരാം? എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിലും കൂടെ അയാളുടെ വാല്യൂ വരുന്നുണ്ട്, അറ്റ് 0യിലും കൂടെ അയാളുടെ വാല്യൂ എന്തായി മാറും? 1 ആയിട്ട് മാറും. ഇങ്ങനെയുള്ള സിഗ്നലിനാണ് നമ്മൾ എന്താ പറയുക? യൂണിറ്റ് സ്റ്റെപ്പ് പറയുക. അപ്പം ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം യൂണിറ്റ് സ്റ്റെപ്പിൽ ടു ദ റൈറ്റിലേക്ക് വരുന്ന എല്ലാവരും പോസിറ്റീവും അല്ലെങ്കിൽ വാല്യൂ ഉള്ളതും, പോസിറ്റീവ് സൈഡിലേക്ക് വാല്യൂ ഉള്ളതും നെഗറ്റീവ് സൈഡിലേക്ക് വാല്യൂ ഇല്ലാത്തതുമായ സിഗ്നലാണ് ആര്? യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ അതിനെ ഡിസ്ക്രീറ്റ് പറഞ്ഞു. അതിൻ്റെ അകത്ത് വ്യത്യാസം വരുന്നതാണ് ഇവിടെ ടി ഈക്വൽ ടു അറ്റ് ടി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റിൽ വാല്യൂ ഡിഫൈൻഡ് അല്ല. ഇവിടെ നമുക്ക് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ മൊത്തം നമുക്ക് വാല്യൂ ഡിഫൈൻഡ് ആണ്, അതിൻ്റെ വാല്യൂ 1 ആണ്. ഈ സിഗ്നലിനാണ് നമ്മൾ എന്ത് പറയാം? യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറയാം. ഇനി നമുക്ക് അടുത്ത സിഗ്നലിലേക്ക് പോവാം. അതാണ് യൂണിറ്റ് റാമ്പ് സിഗ്നൽ. അടുത്ത നമ്മുടെ സിഗ്നൽ യൂണിറ്റ് റാമ്പ് സിഗ്നലാണ്. നമ്മൾ ഇനി അടുത്തായിട്ട് കാണാൻ പോകുന്നത് യൂണിറ്റ് റാമ്പിനെയാണ്. യൂണിറ്റ് റാമ്പിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് ആർ ഓഫ് ടി എന്നാണ്. ആർ ഓഫ് ടി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ആർ ഓഫ് ടി വിൽ ബി ഈക്വൽ ടു ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് വിൽ ബി ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു സിഗ്നലിനാണ് നമ്മൾ എന്താ പറയുക? യൂണിറ്റ് റാമ്പ് സിഗ്നൽ എന്ന് പറയുക. അതായത് അതിൻ്റെ വാല്യൂ ആർ ഓഫ് ടി ആയിരിക്കും. ആർ ഓഫ് ടിയുടെ വാല്യൂ ടി ആയിരിക്കും ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് വിൽ ബി ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. ഓക്കെ, സോ നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ റാമ്പ് സിഗ്നൽ വരുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രാഫിലേക്ക് പോവാണ്. ഇപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് പഴയ പോലെ തന്നെ നമ്മുടെ എക്സ് ആക്സിസ് മാർക്ക് ചെയ്യണം. ടി ആണ് വരുന്നത് അല്ലേ? ഇനി നമുക്ക് അതിൻ്റെ വൈ ആക്സ് നമുക്ക് മാർക്ക് ചെയ്യാം. വൈ ആക്സ് വരുന്ന ആരാണ്? ആർ ഓഫ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് വരുന്നത് അല്ലേ? സോ ആർ ഓഫ് ടിയുടെ ഫംഗ്ഷൻ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. സോ ഇവിടെ പറഞ്ഞേക്കുന്ന പ്രകാരമാണെങ്കിൽ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 0-നേക്കാളും വലിയ വാല്യൂസ്, അതായത് നമ്മുടെ പോസിറ്റീവ് സൈഡിലേക്കാണ് ആരുടെ വാല്യൂ വരിക? ആർ ഓഫ് ടിയുടെ വാല്യൂ വരിക. അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ടി ആയിരിക്കും അല്ലേ? സോ നമുക്ക് നമ്മുടെ ടി മാർക്ക് ചെയ്യാം. ടിയുടെ ഓരോ വാല്യൂസ് ആയിട്ട് മാർക്ക് ചെയ്യാം. സേ 1 2 3 4 ഇങ്ങനെയാണ് നമ്മുടെ വാല്യൂസ് വരിക. എക്സെട്ര അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ വാല്യൂസ് 0 1 2 3 4 5 എന്ന് പറഞ്ഞാൽ എല്ലാ പോസിറ്റീവ് വാല്യൂസ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമുക്ക് ആർ ഓഫ് ടി കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് പറയാം. നോക്കുകയാണെങ്കിൽ അറ്റ് 0യിൽ നമ്മുടെ വാല്യൂ എടുക്കുകയാണെങ്കിൽ എന്താ വരുന്നത്? ടി ഈക്വൽ ടു 0 ആണ്. സോ ആർ ഓഫ് ടിയുടെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? ടി തന്നെയായിരിക്കും എന്നല്ലേ പറഞ്ഞേക്കുന്നത്? എത്രയായിരിക്കും നമുക്ക് വാല്യൂ വരിക? ടി ഈക്വൽ ടു 0യിൽ അയാളുടെ വാല്യൂ എത്രയായിരിക്കും? 0 തന്നെയായിരിക്കും അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? 0 എന്ന് മാർക്ക് ചെയ്യാം.
ഇനി അടുത്ത വാല്യൂ എത്രയാണ് വരണ്ടേ? ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പോസിറ്റീവ് വാല്യൂസ് വരുമ്പോഴാണ് അതിൻ്റെ വാല്യൂ ടി വരുന്നത് അല്ലേ? സോ അടുത്ത വാല്യൂ ടിയുടെ വാല്യൂ 1 എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആർ ഓഫ് ടിയുടെ വാല്യൂ എന്ത് തന്നെ വരും? ആർ ഓഫ് ടിയുടെ വാല്യൂ ടി എന്ന് വരും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1 എന്ന് വരും. സോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അടുത്ത പോയിന്റ് എവിടെ വരും? ഇവിടെ വരും അല്ലേ? ഓക്കെ. ഇനി അറ്റ് 2 ആകുമ്പോഴത്തേക്കും ആർ ഓഫ് ടിയുടെ വാല്യൂ 2 ആവും. അപ്പോൾ എന്തായിരിക്കും വരാൻ പോകുന്നത്? അറ്റ് 2ൽ 2 എന്നൊരു വാല്യൂ വരും. അറ്റ് 3 ആകുമ്പോൾ ആർ ഓഫ് ടിയുടെ വാല്യൂ എത്ര വരും? 3 വരും. അതായത് ടിയുടെ വാല്യൂ എത്രയാണോ അത് തന്നെയായിരിക്കും നമ്മുടെ ആർ ഓഫ് ടിയുടെ വാല്യൂ വരിക. അറ്റ് 4 ആകുമ്പോൾ അത് 4ലേക്ക് വരും, 5 ആകുമ്പോഴത്തേക്കും. സോ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഒരു റാമ്പ് ആയിട്ടുള്ള ഒരു സിഗ്നൽ ആയിരിക്കും നമുക്ക് വരിക. ഓക്കെ, ഒരു റാമ്പ് പോലെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും നമുക്ക് വരിക. ഇനി ഇത് എൻ്റെ റാമ്പ് സിഗ്നൽ ടു ദ റൈറ്റിലേക്കാണ് അത് കിട്ടിയത്. ഇനി അത് ലെഫ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? ടി ലെസ് ദാൻ 0 അതിൻ്റെ വാല്യൂ എത്ര വരണ്ടേ? 0 വരണം അല്ലേ? സോ ടി ലെസ് ദാൻ 0 അതിൻ്റെ വാല്യൂ 0 വരുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ. അതായത് നമ്മുടെ എക്സ് ആക്സിസ് എന്ത് തന്നെയാണോ അത് തന്നെയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ ഇതൊരു കണ്ടിന്യൂസ് സിഗ്നലാണ്. അതായത് ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ടി ഗ്രേറ്റർ ദാൻ 0യും ഇതെൻ്റെ ടി ലെസ് ദാൻ 0 ആണ്. എല്ലായിടത്തും ഇത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സിഗ്നലിനാണ് നമ്മൾ എന്താ പറയുക? യൂണിറ്റ് റാമ്പ് സിഗ്നൽ എന്ന് പറയാം. ഇനി ഇതിൻ്റെ ഡിസ്ക്രീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ നൊട്ടേഷൻ വരുന്നത് മാറ്റം ഇത് മാത്രമേ ഉള്ളൂ. ടി എന്നുള്ള ഫംഗ്ഷൻ എന്തായിട്ട് മാറും? എൻ ആയിട്ട് മാറും. സോ ആർ ഓഫ് എൻ ഈക്വൽ ടു എൻ ഫോർ n greater than or equal to 0 will be equal to 0 for n less than 0. ഇതാണ് എനിക്ക് ഫംഗ്ഷൻ വരിക അല്ലേ? സോ ആർ ഓഫ് എൻ്റെ വാല്യൂ n ആയിരിക്കും. എപ്പോൾ? എന്നിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വിൽ ബി ഈക്വൽ ടു 0 ഫോർ n ലെസ് ദാൻ 0. അപ്പോൾ നമ്മുടെ വീണ്ടും നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫിൽ നമ്മൾ എക്സ് ആക്സിലേക്ക് n മാർക്ക് ചെയ്തു, വൈ ആക്സിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്ന ആരായിരിക്കും? ആർ ഓഫ് എന്നിനെ ആയിരിക്കും അല്ലേ? സോ ഞാൻ എൻ്റെ 0 എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോസിറ്റീവ് വാല്യൂസ് മാർക്ക് ചെയ്യാണ്. 0, 1, 2, 3, 4 എക്സെട്ര അങ്ങനെ പോവാണ്. അതുപോലെ തന്നെ നമുക്ക് ആരുണ്ട്? നെഗറ്റീവ് ആക്സിസിലേക്ക് നമുക്ക് നമ്മുടെ വാല്യൂസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ n ഗ്രേറ്റർ ദാൻ 0യും n ലെസ് ദാൻ 0യും ഉള്ളത്. n ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എവിടെ വരാം? ഇവിടെ വരാം അല്ലേ? അതുപോലെ n ഗ്രേറ്റർ ദാൻ 0 ഇപ്പുറത്തേക്കും. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അപ് ടു n ലെസ് ദാൻ 0, അതായത് 0 വരെ അയാളുടെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. വിച്ച് മീൻസ് നമ്മുടെ കണ്ടിന്യൂസിൽ നമ്മൾ മാർക്ക് ചെയ്തതുപോലെ നമ്മുടെ എക്സ് ആക്സിലായിരിക്കും മാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ കുഴപ്പം എന്താ? ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഡിസ്കണ്ടിന്യൂറ്റീസ് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. സോ എവിടേക്കാണ് നമ്മുടെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് ഉള്ളത് അവിടെ മാത്രമായിരിക്കും അയാളുടെ വാല്യൂസ് വരിക. ഇനി അതുപോലെ തന്നെ നമ്മുടെ n ഗ്രേറ്റർ ദാൻ 0യിൽ വരുമ്പോൾ അയാളുടെ വാല്യൂ എന്താ വരണ്ടേ? അത് ഓരോന്നും ഓരോ ഫംഗ്ഷനായിട്ട് മാറിക്കൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റൻസിലും മാത്രം വാല്യൂ ഉള്ള രീതിയിലേക്ക് നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇങ്ങനെ പോകുന്ന ഫംഗ്ഷനാണ് എന്ത്? യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ. ഓക്കെ, അടുത്ത സിഗ്നലാണ് നമ്മുടെ സിനുസോയ്ഡൽ സിഗ്നൽ. അപ്പോൾ സിനുസോയ്ഡൽ സിഗ്നൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഇതാണ് എൻ്റെ സിനുസോയ്ഡൽ സിഗ്നലിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ സിനുസോയ്ഡൽ സിഗ്നൽ നമുക്ക് പറയാം അതൊരു പീരിയോഡിക് സിഗ്നലാണ്. പീരിയോഡിക് സിഗ്നലിന് എക്സാമ്പിളാണ് ആര്? സിനുസോയ്ഡൽ സിഗ്നൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് എഴുതിയിട്ടുണ്ടല്ലേ? അതിൻ്റെ അകത്ത് ഈ എ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് വേറെ എ എന്ന് പറയുന്നത് നമ്മുടെ ആംപ്ലിറ്റ്യൂഡാണ്, സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. അതുപോലെ തന്നെ പിന്നെ വരുന്ന ആളാണ് ഒമേഗ. ഒമേഗ ഈസ് ഫ്രീക്വൻസി. യൂണിറ്റ് വരുന്നത് റേഡിയൻ പെർ സെക്കൻഡിലായിരിക്കും. അതുപോലെ മറ്റൊരാളുണ്ട് ഫൈ. ഫൈ നമ്മുടെ എന്തായിരിക്കും? ഫേസ് ആയിരിക്കും അല്ലെങ്കിൽ ആംഗിൾ ആയിരിക്കും. ഫേസ് ആൻഡ് ഇറ്റ് അത് നൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നത് റേഡിയൻസിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സിഗ്നലാണ് എൻ്റെ സിനുസോയ്ഡൽ സിഗ്നൽ. എ കോസ് ഒമേഗ ടി പ്ലസ് 5 അല്ലെങ്കിൽ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന ഫോമിൽ വരുന്നതാണ് എൻ്റെ സിനുസോയ്ഡൽ സിഗ്നൽ. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു ഇതൊരു പീരിയോഡിക് സിഗ്നലാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഒരു പീരിയോഡിക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ? പീരീഡിനനുസരിച്ച് റിപ്പീറ്റ് ചെയ്ത് തരുന്ന സിഗ്നലിനെയാണ് നമ്മൾ പീരിയോഡിക് സിഗ്നൽ എന്ന് പറയാം. അപ്പോൾ ഇതിന് നമ്മൾ പീരീഡ് കണ്ടുപിടിക്കണ്ടേ? വേറെ പീരീഡ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പീരീഡ് നമ്മൾ ടി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഇത് പീരീഡ് ടി ഗിവൺ ബൈ 2π/ω. ഇതാണ് പീരീഡിൻ്റെ ഇക്വേഷൻ. ടി ഈസ് ഈക്വൽ ടു 2π/ω. ഇനി നമ്മുടെ എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്നുള്ള എൻ്റെ സിഗ്നൽ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും?
നമുക്കതൊന്ന് ഗ്രാഫിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു കൊസൈൻ സിഗ്നൽ ആണല്ലേ, എ കോസ് ഒമേഗ ടി പ്ലസ് വൈ. അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കണം? ഒരു കൊസൈൻ സിഗ്നൽ ആയിരിക്കണം. സോ ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ എക്സ് ആക്സിസും അതുപോലെ തന്നെ എൻ്റെ വൈ ആക്സിസ് ഞാൻ മാർക്ക് ചെയ്യാമെന്ന് കരുതാം. ഇനി ഇത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ടി, എൻ്റെ ടൈം ടിയിലും അതുപോലെ തന്നെ എൻ്റെ നമ്മുടെ സിഗ്നൽ നിൽക്കുന്ന എക്സ് ഓഫ് ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് അല്ലേ. സോ എക്സ് ഓഫ് ടി എന്ന് ഞാൻ മാർക്ക് ചെയ്തു. ഇനി അത് കൊസൈൻ സിഗ്നൽ ആയതുകൊണ്ട് എന്ത് ചെയ്യണം, കോസിൻ്റെ രീതിയിൽ വേണം അത് വരച്ചു തുടങ്ങാൻ അല്ലേ. സോ എവിടെ നിന്നായിരിക്കും സ്റ്റാർട്ടിങ് വരിക, അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം, അതൊരു കൊസൈൻ സിഗ്നൽ എങ്ങനെയാണോ പോകുന്നത് അത് ആ രീതിയിൽ എൻ്റെ ഗ്രാഫ് വരും. ഓക്കെ, സോ ഈ ഫോമിലായിരിക്കും എൻ്റെ സിഗ്നൽ നിൽക്കുക. അപ്പോൾ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നുള്ള എൻ്റെ സിഗ്നൽ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. അതിനകത്ത് എ എന്ന് പറയുന്നത് എൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, എ സിഗ്നൽ വിത്ത് ആംപ്ലിറ്റ്യൂഡ് എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്, വെയർ ഒമേഗ ഇസ് ദ ഫ്രീക്വൻസി റെപ്രസെൻറ്റഡ് ഇൻ റേഡിയൻ പെർ സെക്കൻഡ് ആൻഡ് ഫൈവ് ഇസ് ദ ഫേസ് റെപ്രസെൻറ്റഡ് ഇൻ റേഡിയൻസ്. ഇനി നമുക്ക് ഇതിനെ തന്നെ എന്ത് ചെയ്യാം, ഇതിനെ ഡിസ്ക്രീറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. സോ ഡിസ്ക്രീറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മളിങ്ങനെയാണ് എഴുതുക, എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു, വ്യത്യാസങ്ങളൊന്നുമില്ല, എ കോസ് ഒമേഗ എൻ പ്ലസ് ഫൈവ്, എ കോസ് ഒമേഗ എൻ പ്ലസ് ഫൈവ്. വേർ ഇവിടെ നമുക്ക് അത് ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് എന്തായി, അതിൻ്റെ ടൈം ഡിവിഷൻ അല്ലെങ്കിൽ അത് ടൈം ഇൻഡെക്സിലായിരുന്നു. ഇതൊരു കണ്ടിന്യൂസ് ടൈമിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഇവിടെയും വേർ എ ഇസ് ദ ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ എന്ന് പറയുന്നതിൻ്റെ ഫ്രീക്വൻസിയും ഫൈവ് എന്ന് പറയുന്നതിൻ്റെ റേഡിയൻസിലുമാണ്. ഇനി ഇഫ് എൻ എന്നുള്ളത് നമ്മുടെ ടൈം ഇൻഡെക്സ് ആണ് അല്ലേ, അതിന് ഞാൻ ഡയമെൻഷൻ ലെസ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ എൻ്റെ ഒമേഗയുടെയും ഫൈയുടെയും വാല്യൂ അവർ റേഡിയൻസിലായിരിക്കും ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുക. ഒമേഗയുടെയും ഫൈയുടെയും വാല്യൂ റേഡിയൻസിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഇനി അത് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തുമാത്രമേ അതിനകത്ത് വ്യത്യാസം വരുന്നുള്ളൂ, ഫിഗറൊക്കെ സെയിം തന്നെയായിരിക്കും. എ കോസ് ഒമേഗ 0 ഒമേഗ എൻ പ്ലസ് ഫൈവും അതുപോലെ തന്നെ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവും ഗ്രാഫൊക്കെ സെയിം തന്നെയായിരിക്കും. എന്ത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, ചില പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ മാത്രമേ എന്ത് വരുള്ളൂ, ഇതിന് വാല്യൂസ് വരുള്ളൂ. സോ നമ്മളത് ചെറുതായിട്ടൊന്ന് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരാം, എൻ്റെ എക്സ് ആക്സിസ് അവിടെ ഞാൻ എന്ത് മാർക്ക് ചെയ്തു, എൻ മാർക്ക് ചെയ്തു, ഇങ്ങോട്ട് ഞാൻ എൻ്റെ എക്സ് ഓഫ് എൻ മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയായിരിക്കും, ഓരോ ഇൻസ്റ്റൻസിൽ മാത്രം വാല്യൂ വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫിഗർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ എന്ത് തന്നെ കിട്ടിക്കോളും, എൻ്റെ കൊസൈൻ സിഗ്നൽ തന്നെ കിട്ടിക്കോളും. പക്ഷേ ഓരോ ഇൻസ്റ്റൻറ്റിലും മാത്രം വാല്യൂ ഉള്ള രീതിയിലായിരിക്കും എൻ്റെ ഗ്രാഫ് നിൽക്കുക. സിമിലർ ആയിരിക്കും ഈ സൈഡിലേക്ക്. ഓക്കെ, സോ ഓരോ ഇൻസ്റ്റൻറ്റിലും മാത്രം വാല്യൂ വരുന്ന രീതിയിൽ എൻ്റെ ഗ്രാഫ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. സോ ഇങ്ങനെയുള്ള സിഗ്നലാണ് നമുക്ക് എന്ത് പറയുക, സിനുസോയിഡൽ സിഗ്നൽ എന്ന് പറയുക. എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് അല്ലെങ്കിൽ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നുള്ള ഫോമിലേക്ക് വരിക. അതിനകത്ത് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞു, അതുപോലെ തന്നെ എൻ്റെ ഫ്രീക്വൻസി പറഞ്ഞു, അതുപോലെ തന്നെ എൻ്റെ ഫേസ് പറഞ്ഞു. ഓക്കെ, ഇത്രയുമാണ് എനിക്ക് സിനുസോയിഡൽ സിഗ്നലിനെ കുറിച്ച് പറയാനുള്ളത്. ഫൈനലി നമ്മുടെ അവസാനത്തെ എലമെൻ്ററി സിഗ്നലിലേക്ക് എത്തുകയാണ്, അതാണ് എക്സ്പോണൻഷ്യൽ സിഗ്നൽ. അപ്പോൾ എക്സ്പോണൻഷ്യൽ സിഗ്നലിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു ബി ടി. ഇവിടെ നമുക്കറിയാൻ പറ്റും ഇതെന്താണ് ഫംഗ്ഷൻ വന്നേക്കുന്നത് കണ്ടിന്യൂസിലാണ് അല്ലേ. അപ്പം ഫംഗ്ഷൻ കണ്ടിന്യൂസിലാണ്, ഇത് എക്സ്പോണൻഷ്യൽ സിഗ്നലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആരൊക്കെ ഉണ്ട്, ഒരു എ എന്ന് പറഞ്ഞൊരു ആളുണ്ട്, ബി എന്ന് പറഞ്ഞ ആളുണ്ട്. അവർ രണ്ടുപേരും നമ്മുടെ പാരാമീറ്റേഴ്സാണ്, വേർ എ ആൻഡ് ബി ആർ റിയൽ പാരാമീറ്റേഴ്സ്. ഇനി അതിൽ തന്നെ നമ്മൾ എനെ ഒരു പ്രത്യേക പേരിട്ടായിരിക്കും വിളിക്കുക. നമുക്കിപ്പോൾ തന്നെ ഏതായാലും മനസ്സിലായിട്ടുണ്ടാവും, എ എന്ന് പറയുന്നത് നമ്മുടെ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ഇനി മറ്റൊരാളുണ്ട് ബി മറ്റൊരു പാരാമീറ്ററാണെന്ന് പറഞ്ഞു. ആ ബിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ബിയുടെ വാല്യൂവിനനുസരിച്ച്, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിയുടെ വാല്യൂ പോസിറ്റീവ് ആകുന്നതും നെഗറ്റീവ് ആകുന്നതിനനുസരിച്ച് നമ്മുടെ സിഗ്നലിന് വ്യത്യാസം വരും. അപ്പോൾ ബി പോസിറ്റീവ് ആകുന്നതിനനുസരിച്ചും അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ബി ബീങ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, നമ്മുടെ സിഗ്നലിനെ നമ്മൾ ഗ്രോയിങ് എന്നും ഗ്രോയിങ് എക്സ്പോണൻഷ്യൽ എന്നും അല്ലെങ്കിൽ ഡീക്കേയിങ് എക്സ്പോണൻഷ്യൽ എന്നും നമ്മൾ പറയാറുണ്ട്. ഡീക്കേയിങ് സിഗ്നൽ. അപ്പോൾ ഗ്രോയിങ് എക്സ്പോണൻഷ്യൽ സിഗ്നൽ എന്നും ഡീക്കേയിങ് എക്സ്പോണൻഷ്യൽ സിഗ്നൽ.
ഇത് ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂ ഓഫ് ബി ആണ് നമ്മൾ പറയാം ഡീക്കേയിങ് എക്സ്പോണൻഷ്യൽ സിഗ്നൽ. അതായത് ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, പോസിറ്റീവിനനുസരിച്ചും നെഗറ്റീവിനനുസരിച്ചും അല്ലേ. ഗ്രോയിങ് എക്സ്പോണൻഷ്യൽ സിഗ്നൽ എപ്പോഴാവുന്നത്, ബിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ. ഇനി ഡീക്കേയിങ് എപ്പോഴാവുന്നത്, ബിയുടെ വാല്യൂ ലെസ് ദാൻ 0 ആണ്. അതായത് ബിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അതിനെ ഞാൻ ഡീക്കേയിങ് എന്നും, ബിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കും, ഞാൻ ഗ്രോയിങ് എന്നും വിളിക്കും. അപ്പോൾ നമുക്ക് ഈ എക്സ്പോണൻഷ്യൽ സിഗ്നൽ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് വരയ്ക്കേണ്ടി വരും, ഇവിടെ 2 കേസസ് ഉണ്ടല്ലേ, ബിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആവുന്നതിനനുസരിച്ചും ബിയുടെ വാല്യൂ ലെസ് ദാൻ 0 ആവുന്നതിനനുസരിച്ചും. സോ ഞാൻ എൻ്റെ 2 ഗ്രാഫ് ഞാൻ കാണിച്ചു തരാം. അതായത് ഒരു കേസിൽ ബിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0യും മറ്റൊരു കേസിൽ ബിയുടെ വാല്യൂ ലെസ് ദാൻ 0 ആയിരിക്കും വരാൻ പോകുന്നത്. സോ ഞാൻ എൻ്റെ ടൈം മാർക്ക് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ എക്സ് ആക്സ് മാർക്ക് ചെയ്തു. പിന്നെ വരുന്ന ആരാണ്, നമ്മുടെ വൈ ആക്സ് ആണ്. അവിടെ നമ്മൾ നമ്മുടെ സിഗ്നൽ മാർക്ക് ചെയ്തേക്കുന്ന XFT എന്നാണ്. ഇനി അത് ഗ്രോയിങ് സിഗ്നൽ ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ സിഗ്നൽ. ഇതാണ് എൻ്റെ ഗ്രോയിങ് ആയിട്ട് വരുന്ന സിഗ്നൽ. അപ്പോൾ XOF ഈസ് ഈക്വൽ ടു e raised to a e raised to bt where b is greater than 0. ഇതാണ് എൻ്റെ ഗ്രോയിങ് സിഗ്നൽ. ഇനി അതുപോലെ തന്നെ നമ്മൾ ഡീക്കേയിങ് ആണ് വരയ്ക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും വരിക, എൻ്റെ സിഗ്നൽ ഡീക്കേയിങ് ആവുകയാണെങ്കിൽ പഴയ പോലെ തന്നെ നമുക്ക് എന്തുണ്ട്, നമ്മുടെ XOF ടു t ഉണ്ട്. അതിൽ നമ്മുടെ ഡീക്കേയിങ് ആണ് എൻ്റെ സിഗ്നൽ വരുന്നതെങ്കിൽ സിഗ്നൽ ഡീക്കേ ചെയ്ത് വരുന്നതായിട്ട്, അതായത് കുറഞ്ഞു വരുന്ന സിഗ്നൽ ആയിരിക്കും വരിക. ഇവിടെയും എന്ത് തന്നെയാണ്, e raised to a e raised to bt തന്നെയാണ് എൻ്റെ സിഗ്നൽ എങ്കിലും എൻ്റെ ബിയുടെ വാല്യൂ എന്തായിരിക്കും, b ലെസ് ദാൻ 0 ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് എനിക്ക് എക്സ്പോണൻഷ്യൽ സിഗ്നലിൻ്റെ കണ്ടിന്യൂസിനെ കുറിച്ച് പറയാനുള്ളത്. അതിനകത്ത് നമുക്ക് പറയാനുള്ള മെയിൻ കാര്യങ്ങൾ ഇതൊക്കെയാണ്. a ഇൻറ്റു e raised to bt എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വേർ a എന്ന് പറയുന്ന അതിൻ്റെ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ആൻഡ് b എന്ന് പറയുന്ന മറ്റൊരു പാരാമീറ്റർ ഉണ്ട്. ഡിപ്പെൻഡിങ് ഓൺ b ബീങ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് നമ്മുടെ സിഗ്നൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഗ്രോയിങ് എക്സ്പോണൻഷ്യൽ സിഗ്നലിനും അതുപോലെ തന്നെ ഡീക്കേയിങ് എക്സ്പോണൻഷ്യൽ സിഗ്നലിനും. ഗ്രോയിങ് എക്സ്പോണൻഷ്യൽ സിഗ്നൽ ആണെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഈ ഫോമിൽ വരും, അതായത് ഗ്രോയിങ് ആയിട്ട് കാണിക്കേണ്ടി വരും. ഇനി ഡീക്കേയിങ് ആണെങ്കിൽ, അതായത് ബി ബീങ് നെഗറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആണെങ്കിൽ എൻ്റെ ഗ്രാഫ് എന്തോ ഡീക്കേയിങ് ആയിട്ട് നമുക്ക് കാണിക്കാം. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം, അതായത് ഈ സിഗ്നൽ എങ്ങനെ ഡിസ്ക്രീറ്റിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഫൈനലായിട്ട് കാണാൻ പോകുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ്, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അവിടെ നമ്മൾ നേരത്തെ കണ്ടിന്യൂസിൽ നമ്മൾ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് പറഞ്ഞിരുന്നത്, XOF ഈസ് ഈക്വൽ ടു a e raised to bt എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഡിസ്ക്രീറ്റ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, XOF n ഈസ് ഈക്വൽ ടു a r raised to n, a r raised to n എന്നാണ് നമ്മൾ പറയാം, അല്ലെങ്കിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ഫോമിലായിരിക്കും. ഇവിടെയും സിമിലർലി a എന്ന് പറയുന്നത് എന്തായിരിക്കും, എൻ്റെ ആംപ്ലിറ്റ്യൂഡ് തന്നെയായിരിക്കും. പിന്നെ മറ്റൊരാളുണ്ടല്ലേ r. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്ന എക്സ്പോണൻഷ്യലാണ്, നമ്മൾ കണ്ടിന്യൂസ് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു എക്സ്പോണൻഷ്യൻ്റെ ഇ ഉണ്ടായിരുന്നു. ഇവിടെ എന്തില്ല, അതില്ല. വേറെ ആർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, r ഈസ് ഈക്വൽ ടു e raised to ആൽഫ ഫോർ സം ആൽഫ. ആൽഫയുടെ വാല്യൂ എന്താവാം, അപ്പം ഫോർ സം ആൽഫ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും, ആറിൻ്റെ വാല്യൂ e raised to ആൽഫ എന്ന ഫോമിലായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. അവിടെ നമ്മൾ പറഞ്ഞിരുന്ന കേസ് ഒരു കമ്പാരിസൺ ആണ്. അവിടെ നമ്മൾ പറഞ്ഞിരുന്നത് a ആംപ്ലിറ്റ്യൂഡാന്ന് പറഞ്ഞു, ഇവിടെ നമ്മൾ a ആംപ്ലിറ്റ്യൂഡാന്ന് പറഞ്ഞു. അവിടെ മറ്റൊരു പാരാമീറ്റർ ഉണ്ടായിരുന്നു b. ആ ബിയുടെ വാല്യൂ പോസിറ്റീവ് ആകുന്നതിനനുസരിച്ച് നെഗറ്റീവ് ആകുന്നതിനനുസരിച്ച് നമ്മൾ പറഞ്ഞിരുന്നത് എന്താ, അത് ഗ്രോയിങ് ആവാം ഡീക്കേയിങ് ആവാം. ഇവിടെ അത് തീരുമാനിക്കുന്ന ആളാരായിരിക്കും, r ആയിരിക്കും. ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂ ഓഫ് r ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രോയിങ് ആക്കാം ഡീക്കേയിങ് ആക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ അവിടെ പറഞ്ഞ പോലെ തന്നെ ആറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മൾ പറയും ഗ്രാഫ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഗ്രോയിങ് ആണെന്ന് പറയും. ഇനി രണ്ടാമത്തെ കേസ് വരുന്നത് ഇങ്ങനെയാണ്, 0 ലെസ് ദാൻ r ലെസ് ദാൻ 1, അതായത് ആറിൻ്റെ വാല്യൂ 0നും 1നും ഇടയ്ക്കാണെങ്കിൽ എൻ്റെ ഗ്രാഫ് ഞാനെന്ന് പറയും ഡീക്കേയിങ് എന്ന് പറയും. ഓക്കെ, സോ ഇതാണ് രണ്ട് കേസസ്. അപ്പോൾ ഡിസ്ക്രീറ്റ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, XOF n ഈസ് ഈക്വൽ a r raised to n എന്ന് പറഞ്ഞു, വേറെ r ഈസ് ഈക്വൽ e raised to ആൽഫ പറഞ്ഞു ഫോർ സം ആൽഫ. ആൻഡ് അവിടെ പറഞ്ഞ പോലെ തന്നെ ബിയുടെ പാരാമീറ്ററിനനുസരിച്ച് നമ്മൾ പറയുന്ന പോലെ ഇവിടെ ആറിൻ്റെ പാരാമീറ്ററിനനുസരിച്ച് പറയും. ആറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ കിട്ടുക, അത് ഗ്രോയിങ് ആണ്. ആൻഡ് ആറിൻ്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ നമ്മൾ എന്ത് പറയും, അത് ഡീക്കേയിങ് ആണെന്ന് പറയും. അപ്പോൾ നമ്മൾ ഗ്രോയിങ്ങിൻ്റെയും ഡീക്കേയിങ്ങിൻ്റെ ഗ്രാഫ് നേരത്തെ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ നമുക്കത് നമുക്ക് ഡിസ്ക്രീറ്റിൽ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ എനിക്ക് ആരുണ്ട്, എക്സ് ആക്സിൽ എൻ്റെ n ഉണ്ട്, വൈ ആക്സിൽ എനിക്ക് വരാൻ പോകുന്ന ആരായിരിക്കും, XOF n ആയിരിക്കും അല്ലേ. ഓക്കെ, സോ നമ്മുടെ ഗ്രോയിങ് ആയിട്ടുള്ള ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ എങ്ങനെയാണ് എൻ്റെ ഗ്രാഫ് വരിക, ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഗ്രോ ചെയ്ത് പോകുന്നതായിട്ട് എൻ്റെ ഗ്രാഫ് കാണിക്കേണ്ടി വരും.
ഓക്കെ, സോ ഈ ഫോമാറ്റിലായിരിക്കും എൻ്റെ ഗ്രാഫ് ഉണ്ടാവുക. ഇത് എപ്പോഴായിരിക്കും ആർ ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള കണ്ടീഷനാണ് ഈ ഗ്രാഫ് വരിക. ആർ ഗ്രേറ്റർ ദാൻ 1ലുള്ള എൻ്റെ എ ഇൻറ്റു ആർ റേസ് ടു എന്നുള്ള ഫംഗ്ഷനാണ് എഴുതിയേക്കുന്നത്. സോ ഇത് നമ്മൾ പ്ലോട്ട് ചെയ്തേക്കുന്നത് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എ ആർ റേസ് ടു എൻ ആണ്, വേർ ആർ ഗ്രേറ്റർ ദാൻ 1. ഇനി ആർ ലെസ് ദാൻ 1 എന്നൊരു കണ്ടീഷൻ നമുക്കുണ്ട്, അതാണ് എൻ്റെ ഡീക്കേയിങ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ എന്താ സംഭവിക്കുക? അത് ഡീക്കേയിങ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ അത് ഡീക്കേയിങ് ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി ഹയറിൽ നിന്ന് ലോവറിലേക്ക്, അതായത് വലിയൊരു വാല്യൂയിൽ നിന്ന് അത് എന്തായി മാറും? ചെറിയ വാല്യൂയിലേക്ക് മാറുന്നതായിട്ട്, ഓരോ ഇൻസ്റ്റൻറ്റിനനുസരിച്ച് അത് വാല്യൂ കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇതാണ് എൻ്റെ 0യിൽ നിന്ന് വാല്യൂ ചെറുതായി വരുന്നതായിട്ട് ഹയസ്റ്റ് വാല്യൂയിൽ നിന്ന് ലോവസ്റ്റ് വാല്യൂയിലേക്ക് പോകുന്ന രീതിയിൽ എനിക്ക് കാണിക്കേണ്ടി വരും. എപ്പോൾ 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ 1, അതായത് ആറിൻ്റെ വാല്യൂ 0നും 1നും ഇടയ്ക്കാണെങ്കിൽ. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 0 മുതൽ n വരെയുള്ള കണ്ടീഷനിൽ ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളത്, അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് പറഞ്ഞു. ഇവിടെ നമ്മൾ പറയുന്നത് 0യ്ക്കും 1നും ഇടയ്ക്ക് ആരുടെ വാല്യൂ വരുന്നത്? എൻ്റെ വാല്യൂ അല്ല, ആറിൻ്റെ വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ ആറിൻ്റെ വാല്യൂവിനനുസരിച്ച് നമ്മുടെ പ്ലോട്ടാണ് ഈ കാണിച്ചേക്കുന്നത് കേട്ടോ. കൺഫ്യൂസ്ഡ് ആവരുത്, നമ്മൾ എന്നിനനുസരിച്ചാണ് മാർക്ക് ചെയ്യുന്നത്, പക്ഷേ നമ്മുടെ ആറിൻ്റെ വാല്യൂ എവിടെയായിരിക്കും? 0യ്ക്കും 1നും ഇടയ്ക്കായിരിക്കണം. ഇനി മറ്റൊരു കണ്ടീഷൻ കൂടെ അപ്പോൾ എറേസ് ചെയ്യും, അതായത് ഇതിൻ്റെ ലെഫ്റ്റിലേക്ക്, അതായത് ആറിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ഇപ്പോൾ പറഞ്ഞു, 0യ്ക്കും 1നും പറഞ്ഞു. അപ്പോൾ ആറിൻ്റെ വാല്യൂ 0 മുതൽ അങ്ങോട്ടുള്ള പോസിറ്റീവ് സൈഡ് മൊത്തം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ നമുക്ക് മറ്റൊരു കണ്ടീഷൻ വരാം, എന്താണ്? ആർ ലെസ് ദാൻ 1 വരാം അല്ലേ? അപ്പോൾ ആർ ലെസ് ദാൻ 1 നമുക്കൊരു കണ്ടീഷൻ വരാം. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താ വരുന്നത് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയേ, ആർ ലെസ് ദാൻ ആണ് നമുക്ക് വരുന്നതെങ്കിൽ, ആർ ലെസ് ദാൻ 0 എന്നൊരു വാല്യൂ ആണ് നമുക്ക് വരുന്നതെങ്കിൽ നമുക്ക് ഇതേ ഗ്രാഫ് തന്നെ കിട്ടും. പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ആർ ലെസ് ദാൻ -1 എന്നൊരു കണ്ടീഷൻ വരാം, അല്ലെങ്കിൽ ആർ ലെസ് ദാൻ 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ -1 എന്നൊരു കണ്ടീഷൻ, രണ്ട് കണ്ടീഷൻ വരാം. അവിടെ രണ്ടിടത്തും സംഭവിക്കുന്നത് സൈൻ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചേഞ്ച് തരും. അവിടെ നമുക്ക് ഗ്രോയിങ് ആയിട്ടും ഡീക്കേയിങ് ആയിട്ടും രണ്ട് ഗ്രാഫ് കിട്ടും. പക്ഷേ ആ ഗ്രാഫിൻ്റെ സൈൻ എന്തായിരിക്കും? ഓൾട്ടർനേറ്റീവ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കും. സോ ഒരു വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ദ നെക്സ്റ്റ് വാല്യൂ കോൺസിക്യൂട്ടീവ് വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് സൈഡിലേക്ക് ടെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇതാണ് എനിക്ക് എക്സ്പോണൻഷ്യൽ സിഗ്നലിൻ്റെ ഡിസ്ക്രീറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഡിസ്ക്രീറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ എ ആർ റേസ് ടു എൻ ആണ്, വേർ ആർ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ആൽഫ. ആൻഡ് ആറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് ഗ്രോയിങ്ങും 0യ്ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ അത് ഡീക്കേയിങ്ങും. ഇനി നമ്മൾ അതിൻ്റെ ഗ്രാഫ് വരച്ചു. അതിനുശേഷം പറഞ്ഞ കാര്യം, ആറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1ലുള്ള ഗ്രോയിങ് ഗ്രാഫും ഡീക്കേയിങ് ഗ്രാഫും കാണിച്ചതിന് ശേഷം ആർ ലെസ് ദാൻ -1 എന്നൊരു കണ്ടീഷൻ വരാം. അതുപോലെ തന്നെ 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ -1 എന്നൊരു കണ്ടീഷൻ കൂടെ എറേസ് ചെയ്യാം. അവിടെ വരുന്നത് സെയിം തന്നെ ഒരു ഗ്രോയിങ്ങും ഡീക്കേയിങ്ങും തന്നെ നമുക്ക് കിട്ടും. പക്ഷേ ഓൾട്ടർനേറ്റീവ് ആയിട്ട് സൈൻ ചേഞ്ചസ് ഉള്ള ഒരു ഗ്രാഫ് ആയിരിക്കും ഇവിടെ വരിക. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് എലമെൻ്ററി സിഗ്നൽസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ.